ത്വരീക്കത്തുകളെന്ന് പറഞ്ഞ് കള്ളത്തരത്തിൻ്റെ പിന്നാലെ ഓടരുത്. പെണ്ണുങ്ങളെ കൈ പിടിച്ച് മുസാഫത്ത് ചെയ്ത് ബയത്ത് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ കള്ളത്തരങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഒന്നും പിന്നാലെ നടക്കരുത്. എന്തുകൊണ്ട്? അത് ശരിയാത്തല്ല. തോന്നിയാസത്തിൻ്റെ പിന്നാലെ നടക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് ആഖിർ സമാന. ഇന്ന് പലത് കാട്ടിയും മനുഷ്യന്മാരെ വഞ്ചിക്കും. അങ്ങനത്തെ ഹക്കായ മാർഗം ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ശരീഅത്ത് പിടിച്ചോ. ശരീഅത്ത് വ്യക്തമാണ്, എല്ലാ കിതാബിലുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ സ്വർഗം കിട്ടും. ത്വരീക്കത്ത് വാജിബില്ല, ശരീഅത്ത് വാജിബാണ്. ഫത്വൽ മുഈനിൽ കണ്ട് നിസ്കരിച്ച് നോമ്പോറ്റ് പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ തന്നെ എവിടേക്കെത്തും? അള്ളാഹു നീതിമാനല്ലേ. ഇവർക്ക് നല്ലൊരാളെ കിട്ടാതിരിക്കാൻ റബ്ബ് കൊടുക്കാത്തല്ലേ. റബ്ബ് കൊടുത്തിക്കണമെങ്കിൽ അവർക്ക് അതിൻ്റെ അടയാളം കിട്ടുമല്ലോ. പോയി പെടാൻ നിൽക്കണ്ട, അത്രേ ഉള്ളൂ. ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഞാൻ 2011 മുതൽ തിജാനിയാണ്, ഇന്ന് വരെ ഒരു മനുഷ്യനോട് ത്വരീക്കത്ത് ചേർന്നു ഈ സെക്കൻഡ് വരെ പറഞ്ഞിട്ടില്ല, പറയില്ല. ഈ സെക്കൻഡ് വരെ പറഞ്ഞിട്ടില്ല. 2011 മുതൽ ഞാൻ തിജാനി എത്താൻ ലോകത്തെ ഏറ്റവും നല്ല മാർഗ്ഗം, യാതൊരു സംശയമില്ല. ഞാൻ അവരോട് പറയും നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി. വലോ അന്നഹും ആ ജനങ്ങൾ ഇളലമു അവർ അതിക്രമം ചെയ്യുന്ന നേരത്ത് അംഫുസവും അവരോട് തന്നെ അവർ അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ ജാഊക അങ്ങയുടെ അടുത്ത് വരണം. ഫസ്തഗ്ഫിറുല്ലാഹ അങ്ങയുടെ അടുത്ത് വെച്ച് അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ തേടണം. അവിടെ സറണ്ടർ ആകണം. നിങ്ങളാണ് എൻ്റെ അംബാസഡർ, നിങ്ങളടുത്ത് വരണം. എന്നിട്ട് ഒരാരോട് പറയണം റസൂൽ നിങ്ങളടുത്ത് വന്ന് അവര് പൊറുക്കലിനെ തേടിയാൽ റസൂൽ അപ്പോൾ റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. ലവജദുല്ലാഹ തവ്വാബർ റഹീമ അപ്പോൾ അവരുടെ തൗബ സ്വീകരിച്ച കരുണയുള്ളവനായി അള്ളാഹുവിനെ അവരെത്തിക്കും. ഇതിൽ ആസയൊന്നുമില്ല. തൗബാന്റെ ആയത്തിൽ ആസുണ്ട്, ഇതിൽ ആസല്ല. എത്തിച്ചേക്കാം എന്നല്ല, ലവജദു അവരെത്തിക്കുന്നതാണ്. എത്തിച്ചേക്കാം. തൗബാന്റെ ആയത്തിൽ ആസയാണ്, ആസ ബൈ ചാൻസ്. തൗബാന്റെ ആയത്തേനാ യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഏതാ സൂറത്ത്? തഹരീം. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ അസാ റബ്ബുക്കും അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. നിങ്ങൾ തൗബ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് പുറത്ത് തന്നേക്കാം. ബൈ ചാൻസ്. ബടയോ തൗക്കീദിന്റെ ലാമ ലവജദുല്ലാഹ് അവർ തീർച്ചയായും അല്ലാഹുവിനെ എത്തിച്ചിരിക്കും. തവ്വാബൻ അവരെ തൗബ സ്വീകരിച്ചവനായിട്ട്. പക്ഷേ ഷർത്തുണ്ട്. അവരെവിടെ വരണം? എന്താ നോക്കിയിരിക്കണം? പറ, എവിടെ വരണം? അല്ലാഹുവിന്റെ സുന്നത്ത് വരണടാ. ആരാ റസൂലിനെ വിചാരിച്ച്? വലൗ അന്നഹും ഇളലമു അവർ അതിക്രമം കാണിച്ചു അംഫുസഹും അവരോട് തന്നെ. നമ്മളോടാണ് ഈ അക്രമം കാണിക്കുന്നത്. നമ്മൾ ചെയ്ത തെറ്റിന് ആരാണ് ശിക്ഷ അനുഭവിക്കുക? പരമോനെ നമ്മൾ തന്നെ. അപ്പോൾ നമ്മൾ അതിക്രമം കാണിച്ചത് ആരോട്? നമ്മളോട് തന്നെ. അവരോട് അതിക്രമം കാണിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യണം? എന്നാൽ ജാഊക അവർ അങ്ങയുടെ അടുത്ത് വരണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം? ഫസ്തഗ്ഫിറുല്ലാഹ അങ്ങയുടെ അടുത്ത് വെച്ചിട്ട് അവർ അള്ളാഹുവോട് പൊറുക്കലിനെ തേടണം. അവർ നിങ്ങളടുത്ത് വന്ന് ജാഊക അവർ തെറ്റിയതാൽ എന്നോട് പൊറുക്കലിനെ തേടിക്കോട്ടെ എന്നല്ല. അവർ തെറ്റിയതാൽ നിങ്ങളടുത്ത് വരണം. കാരണം നിങ്ങളാണ് എൻ്റെ അംബാസഡർ. നിങ്ങളടുത്ത് വരണം. മനസ്സിലായോ? എന്നിട്ട് അവര് മനസ്സിലാവേണ്ട പറഞ്ഞത്. എന്നിട്ട് അവര് നിങ്ങളടുത്ത് വെച്ചിട്ട് അള്ളാഹുവോട് പൊറുക്കലിനെ തേടണം. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ അപ്പോൾ റസൂലും അവർക്ക് വേണ്ടി, അതായത് നിങ്ങളാകുന്ന റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. ഇപ്പൊ എന്തൊക്കെയായി? തെറ്റ് ചെയ്താൽ പറ മോനെ. തെറ്റ് ചെയ്താൽ ആദ്യം പൊറുക്കലിനെ തേടല്ലേ വേണ്ട?
വലൗ അന്നഹും ഇളമു അൻഫുസഹും ഇസ്തഗ്ഫറു എന്നാണോ? അതിൽ തെറ്റിയ പൊറുക്കലെന്നാണോ? അല്ല. ഫസ്റ്റ് പ്രയോറിറ്റി ജാഊക, നിങ്ങളെടുത്ത് വരണം. തെറ്റ് ചെയ്തു എവിടെ പോണ്ട്? മദീന തെങ്ങായി പോണ്ട്. അവിടെ തെങ്ങായി കയറിയുണ്ട്. മക്കത്തുള്ളത് കല്ലും മണ്ണുമാണ്. മദീനത്തെ ഒരാളുണ്ട്. നമ്മളൊന്നും കൂടി ഞാൻ പുറത്താക്കി കളി. എളുപ്പം കിട്ടാണ് ഓനെതിരെ ഒന്നുകൂടിയും ലോക്കാക്കാൻ. നിങ്ങളെ ലോക്കൊക്കെ എനിക്ക് വേരുള്ളിൻ്റെ വിലയുള്ളൂ. ഈ മറ്റേ വേലി പടർപ്പിലൊക്കെ ഉള്ള വള്ളി ഉണ്ടല്ലോ, അത്ര ഞാൻ വിലക്കുള്ളൂ. ദീനതാണ്. നിങ്ങൾ ആയത്തിൻ്റെ ശൈലി കണ്ടില്ലേ? വലോ അന്നഹും ഇളമു അൻഫുസഹും, അവരോട് അതിക്രമം തെറ്റ് ചെയ്താൽ ജാഊക, തെറ്റിനെ പൊറുക്കൽ നേടിക്കോട്ടെ എന്നല്ല, ജാഊക അവർ നിങ്ങളെടുത്ത് വരണം. അപ്പൊ ഒന്നാമത്തെ ഇസ്തിഗ്ഫാർ എന്താ? നബിനെ തൂക. സ്കൂളിൽ വിളച്ചിൽ കാട്ടിയാൽ പിന്നെ കത്തെഴുതിയിട്ട് കൊടുത്തേക്കല്ലേ വേണ്ടത്. പ്രിൻസിപ്പാളെ റൂമിൽ ചെല്ലണം, പ്രിൻസിപ്പാളോട് ഇങ്ങനെ വെക്കണം. ഇനി കാട്ടൂല. അതാണ് ഫസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ അവിടുന്ന് പറയും സാരല്ല, പോട്ടെ 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 എന്ന് പ്രിൻസിപ്പാൾ പറയും. അപ്പൊ കാര്യമില്ല, അപ്പൊ വിഷയം തീർന്നു. നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ഒന്നാമതായി ചെയ്യേണ്ട പൊറുക്കലിനെ തേടാനല്ല. വലോ അന്നഹും ഇളമു. അതന്നെയാണ് നമ്മളെന്ത് എല്ലാ ദിവസവും ഓന് ഒരു 10 സ്വലാത്ത് 100 സ്വലാത്ത് റസൂലുള്ളാഹിക്ക് ചെല്ലാന്ന് റസൂലിനടുത്ത് ചെല്ലുന്നതിന് സമമാണ്. അത്ര ഇപ്പം നമുക്ക് കഴിയുള്ളൂ. അപ്പം നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ 1000 സ്വലാത്തില്ലേ, എന്നിട്ടാണ് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ആരടുത്തെത്തി? നമ്മൾ നബിൻ്റെ അടുത്തെത്തി. നമ്മളെ ഖൽബിൽ ആരായി? നബിയായി. എന്നിട്ട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. ആരടുത്തെത്തിയിട്ട്? അള്ളാഹിൻ്റെ അടുത്തെത്തിയിട്ട് അല്ല. റസൂൽ അതെ ജാഊക ആരടുത്ത് വരണം? റസൂലുള്ളാഹിന്റെ വരണം. എവിടെയാണ് ചങ്ങായി ഉള്ളത്? മക്കയെ ജീവിപ്പിച്ച ആള് ജീവനോടുകൂടെ അവിടെ ഉണ്ടല്ലോ. മക്കൾക്ക് ജീവനില്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? ഇപ്പോൾ ട്രോളായ ട്രോളൊക്കെ ഇങ്ങോട്ട് വിടടങ്ങായി. മക്കൾക്കും ജീവനില്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. എന്താണ് കാലം? അവിടെ ശിർക്ക് നടന്ന കാലം. പിന്നെ അവിടെ ഹയാത്താക്കിയതാരാ? അവമൻകാന മൈതൻ ഫഅഹ്യൈന. പിന്നെ അവിടെ ജീവൻ കൊടുത്തതാരാ? മുഹമ്മദ് മുസ്തഫ. അതിന് ജീവൻ കൊടുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മക്കൾക്ക് ജീവനുണ്ടായി. മക്കൾക്ക് ജീവൻ കൊടുത്ത ഒരാൾ ഇന്ന് ജീവനോടുകൂടെ അവിടെ ഉണ്ട്. ഫകഅന്നഹു ഫിൽ ഖബ്രി ഹയ്യുൻ നാതിഖുൻ. ഖബറിൽ ഇപ്പോഴും സംസാരിക്കാൻ കഴിയുന്ന ജീവിച്ചിരിക്കുന്ന വ്യക്തി തന്നെയാണ് മുഹമ്മദ് മുസ്തഫ എന്ന് എഴുതുന്നത് ഇബ്നുൽ ഖയ്യിമാണ്. ഇബ്നുൽ ഖയ്യിമിൻ്റെ അന്നൂനിയ എന്ന കിതാബുണ്ട്. ഇബ്നുൽ ഖയ്യിമിന് അന്നൂനിയ. ഫകഅന്നഹു ഫിൽ ഖബ്രി ഹയ്യുൻ നാതിഖുൻ. ഹയ്യാണ് മുഹമ്മദ് മുസ്തഫ. എവിടെയുണ്ട്? ഖബറിൽ ഹയ്യാണ്, ഹയ്യാണ്, ഹയ്യാണ്. നിങ്ങളിട്ട് വരിക. ഓരോരുത്തരും നബിക്കറിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ, 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 അള്ളാഹു തൗഫീഖ് തരട്ടെ. 2 ആഴ്ച മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ദീവാൻ വാങ്ങിപ്പോയി ഒരാൾ. പിന്നെ അയാളെന്നും ദീവാനോത് ഉറങ്ങുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ ദിവസം അയാൾ എന്നോട് വന്നോണ്ട് പറഞ്ഞു, ഞാൻ ദീവാൻ പോയതിൻ്റെ 7ാം ദിവസം റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കവിളിൽ ഉമ്മ വെച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ ചുണ്ട് എടുക്കുന്നില്ല. കവിളിൽ ഉമ്മ വെക്കുക. ഞാൻ റസൂലുള്ളാഹിൻ്റെ ആ ചുണ്ട് അനുഭവിച്ചു. ഇപ്പോഴും വരും, ആരടുത്തും വരും. യഖ്ലത്തിൽ തന്നെ വരും, മനാമും വരും, യഖ്ലത്തിലും വരും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് അള്ളാഹു സുബ്ഹാനഹു എല്ലാം ഏൽപ്പിച്ചത് നബിയാണ്, മുസ്തഫ നബിയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അവിടെ ഉണ്ട്, ജീവനോടെ ഉണ്ട്. ഫിൽ ഖബ്രി ഹയ്യുൻ നാതിഖാണ്. ഇബ്നുൽ ഖയ്യിമാണ് ഇത് എഴുതുന്നത്. ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. അയാളാണ് ഇത് എഴുതി വെച്ചത്. അള്ളാഹു റസൂല് ഖബറിൽ മരിച്ചു എന്ന് വിചാരിക്കേണ്ട, ഖബറിൽ മരിച്ചിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഉണ്ട്.
ഇപ്പം ആളോട് പോയി പറയണം ജാവുക്ക് അവിടെ വരണം, ഫസ്തഗ്ഫിറുല്ലാഹ, ഇവിടെ അള്ളാഹിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അപ്പം റസൂലും പൊറുക്കലിനെ തേടി. അടുത്ത വാക്കെന്താ? ലവജദുല്ലാഹ്. തൗബാന്റെ ആയത്തിൽ തൗബയിൽ അസയ, ഇതിൽ അസല്ല, മാളിയായ ഫീൽ ലാം കൊടുത്തിരിക്കുക. ലവജദുല്ലാഹ് എന്താ അർത്ഥം? തീർച്ചയായും അവർ എത്തിക്കുന്നതാണ് അല്ലാഹുവിനെ തവ്വാബ. ലവജദുല്ലാഹ. അത്തരം വ്യക്തികൾ, ഏത് വ്യക്തികൾ അവർ കുറ്റവാളികളാണ്. അവരാരടുത്ത് വരണം? നബി റസൂലുള്ളാഹിന്റെ അടുത്ത് വരണം. എന്നിട്ട് അവർ അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. അപ്പൊ ആരും പൊറുക്കലിനെ തേടും? റസൂലുള്ളാഹിയും പൊറുക്കലിനെ തേടും. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ലവജദുല്ലാഹ്, അത്തരം ആളുകൾ എത്തിക്കും അല്ലാഹുവിനെ തീർച്ചയായും എത്തിക്കും. മാലിയാഫിൽ ലാം കൊടുത്തിരിക്കുക. ലവജദുല്ലാഹ്, മനസ്സിലായില്ലേ? ലവജദുല്ലാഹ്, തീർച്ചയായും അവരെ എത്തിച്ചിരിക്കും. ആരെ? അല്ലാഹുവിനെ തൗവാബൻ, തൗബ സ്വീകരിച്ചവനായിട്ട്, റഹീമൻ, അവരോട് കരുണ ചെയ്തവനായിട്ടും. തൗബന്റെ ആയത്തിൽ തൗബയോ ആസയ, ഇവിടെ തൗബ ആസയല്ല. തൗബയുടെ ആയത്തിൽ തൗബ യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബതൻ നസുഹ. ആസ അയക്കാം ബൈ ചാൻസ്, ഇവിടെ ഉറപ്പാ. ലവജദുല്ലാഹ്. എന്തുകൊണ്ട്? എത്തിന്റെ അടുത്തെത്തി, പോകേണ്ട അടുത്ത് പോയി, ഇനിയൊന്നുമില്ല, കഴിഞ്ഞു. അതാ റസൂലുള്ളാഹ്. ഉറക്കെ പറ, അതാ റസൂലുള്ളാഹ്. അതൊന്ന് പഠിക്കുക കുട്ടിയെ, അതൊന്ന് പഠിച്ചാളാ, അത് പഠിക്കേ, അള്ളാഹ് റസൂലിനെ പഠിക്കേ. അള്ളാഹ് റസൂലിൻ്റെ മുന്നിൽ ഒരു സെക്കൻഡ് ഇരുന്ന സഹബിയായി ഹിദായത്ത് ഉറപ്പാ. അള്ളാഹ് നമുക്ക് തുറന്നു തരട്ടെ. അവരെ തുടരാൻ അള്ളാഹു തന്നെ നമുക്ക് തൗഫീഖ് തരട്ടെ. അവരെ തുടരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരെ തുടരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ സൽ മുസ്തഫ യൗമൻ യജൂദു ബിവസ്ലിഹി ويعطي مرادي يا خديم لتأخذا عليه صلاة الله ثم سلامه أكرر تسليم الحبيب تلذذا. ഉക്കരിറു, ഞാൻ ആവർത്തിക്കുന്നു, തസ്ലീം അൽ ഹബീബി, ഹബീബിനുള്ള സലാം പറയലിനെ ഞാൻ ആവർത്തിക്കുന്നു, തലല്ലുദൻ, രസദായകമായ നിലയിൽ, ആനന്ദമെടുക്കുന്നവനായ നിലയിൽ. സലാത്തും സലാമും പറഞ്ഞനുസരിച്ച് എന്താണ് എനിക്ക് കൂടുന്നത്? ആനന്ദം. അതെനിക്ക് പണിയല്ല, ആനന്ദം. തേൻ കുടിക്കുന്നത് പോലെയാണ് ആനന്ദം. നമുക്ക് സ്വലാത്തൊരു പണിയാണ്. ഇനി അത് എവിടെ എത്തണം? തേൻ കുടിക്കും പോലെയാണ്. ഞാൻ ആനന്ദമായിട്ടാണ് സ്വലാത്തും സലാമും പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ അലൈഹി സ്വലാത്തുല്ലാഹി ثم سلامه مع الآل والصحاب من نور أنقذا. عليه الصلاة الله ثم سلامه مع الآل. സ്വലാത്തു സലാമൊക്കെ അള്ളാഹു റസൂലിന് ഉണ്ടാകട്ടെ. മഅ ആലി, ആലിനോട് കൂടെയായ നിലയിൽ, വല്ല അസ്ഹാബി, അസ്ഹാബിനും. മന്നൂറു അൻഖദ, ആ അന്നൂറുൽ മുഹമ്മദി, ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന കാലം അത്രയും. മന്നൂറു അൻഖദ മിനൽ ളുൽമ, ഇരുട്ടിൽ നിന്ന് ഈ അന്നൂറുൽ മുഹമ്മദി മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാലം അത്രയും അവിടുത്തേക്ക് സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. എത്ര കാലം രക്ഷപ്പെടുത്തും? ലോകാവസാനം രക്ഷപ്പെടുത്തും. അല്ലാഹു അതിൽ രക്ഷപ്പെടാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ ഒരു 4 വരിയും കൂടി പെട്ടെന്ന്, ഞാൻ അത് മുഴുവൻ ഈ പേജനെ തീർക്കാൻ വേണ്ടി വന്നതാ. പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയി. ജഅൽതുക യാ ഖൈറൽ അനാമി സഫീറാ വകുല്ല സമാനിൻ ഖദ് അറാക മുജീറാ. ജഅൽതുക, അങ്ങേ ഞാൻ ആക്കി, യാ ഖൈറൽ അനാം, സൃഷ്ടികളിൽ അത്യുത്തമരെ അങ്ങേ ഞാൻ ആക്കി, സഫീറൻ, മധ്യവർത്തിയാക്കി. അതായത് മോശപ്പെട്ടവനെ നന്നാക്കുന്നവൻ, തെറ്റിലെ തിരുത്തിത്തരുന്നവൻ, അതാക്കി ഞാൻ. സഫീർ, മധ്യവർത്തി, അംബാസഡർ എന്നൊക്കെ പറയാം. സഫീറുൽ ഹിന്ദി, അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ. ആ സഫീറുൽ അംബീക്ക ബി ഡൽഹിയിലെ അമേരിക്കൻ അംബാസഡർ. അംബാസഡർക്ക് പറയുന്ന അറബി വാക്കാണ് എന്ത്? സഫീർ. 2 രാഷ്ട്രങ്ങൾക്കിടയിലുള്ള മധ്യവർത്തിയായിരിക്കും സഫീർ. അള്ളാഹുവിൻ്റെയും അബ്ദിൻ്റെയും ഇടയിലെ മധ്യവർത്തിയാണ് ആര്? അതായത് അള്ളാഹ്ക്ക് പറയാനുള്ളത് ഇങ്ങോട്ട് അറിയിച്ചു കൊടുക്കും, ഇയാൾക്ക് പറയാനുള്ളത് അങ്ങോട്ട് അറിയിച്ചു കൊടുക്കും. ഇവരിടയിൽ മുസ്ലിഹ്, പ്രശ്നം തീർത്തു കൊടുക്കും.
നമ്മൾ അംബാസഡർ അടുത്ത് എന്നാൽ നമുക്ക് UK പോകണം. അംബാസഡർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്ത് ഒക്കെ ക്ലിയർ ആണെങ്കിൽ അടിച്ചു പോകാം. അംബാസഡർ അറിയാതെ പോകാൻ കഴിയില്ല. അംബാസഡർ അറിയാതെ ഇന്ത്യക്ക് വരാൻ കഴിയില്ല. അംബാസഡർ അറിയാതെ അമേരിക്ക പോകാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അള്ളാഹിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ നീ ആരുടെ അടുത്ത് പോകണം? റസൂലുള്ളാഹിൻ്റെ അടുത്ത്. റസൂൽ അംബാസഡറാണ്. ജഅൽതുക യാ ഖൈറൽ അനാമി ഓതി നോക്ക്. ജഅൽതുക യാ ഖൈറൽ അനാമി സഫീറാ വകുല്ല സമാനിൻ ഖദ് അറാക മുജീറാ വകുല്ല സമാനിൻ എല്ലാ കാലവും ഖദ് അറാക അങ്ങേ ഞാൻ കാണുന്നു മുജീറൻ അഭയം നൽകുന്നവനായിട്ട് രക്ഷപ്പെടുത്തി തരുന്നവനായിട്ട്. മുജീർ ഇജാറത്ത്, മുജീർ അഭയം കൊടുക്കുന്നവൻ, ഏത് പ്രശ്നത്തിലും അഭയം കൊടുക്കുന്നവൻ. ആ ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ. എവിടെ കുടുങ്ങിയാലും അവിടെ വന്നാൽ മതി, അവിടെ തീരും. ജഅൽതുക യാ ഖൈറൽ അനാമി സഫീറാ വകുല്ല സമാനിൻ ഖദ് അറാക മുജീറാ ബികഫൈക റിബ്ഹുൽ ഖൽഖി തുറൻ വഖുസ്റുഹു വഗൈറുക ലം യുൽഫു ലദൈഹി നഖീറാ ബികഫൈക അങ്ങയുടെ രണ്ട് ഉള്ളം കൈയിലാണ് റിബ്ഹുൽ ഖൽഖി സൃഷ്ടികളുടെ ലാഭം, തുറൻ അടങ്കലും, വഖുസ്റുഹു നഷ്ടവും. ഏത് സൃഷ്ടിയുടെ ലാഭം നഷ്ടമൊക്കെ നിങ്ങളെ ഉള്ളം കൈയിലാണ്. ഏത് സൃഷ്ടിയുടെയും ലാഭവും നഷ്ടവും ആരെ ഉള്ളം കയ്യിലാണ്? മുത്തനബിൻ്റെ ഉള്ളം കയ്യിലാണ്. യാ സുബ്ഹാനല്ലാഹ്. കാരണം റഹ്മത്ത് അതിലൂടെ വരണം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹ് നബിനെ അങ്ങനെ തൃപ്തിപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോന്ന്? എടാ പൊട്ടാടിയെ, റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ആരെ തൃപ്തിപ്പെടുത്തണം? അള്ളാഹിനെ തൃപ്തിപ്പെടുത്തണം. അള്ളാഹിനെ തൃപ്തിപ്പെടുത്താത്ത ഒരാളെ റസൂലിനെ തൃപ്തിപ്പെടില്ല. റസൂലിനെ തൃപ്തിപ്പെടാത്ത ഒരാളെ അള്ളാഹു സ്വീകരിക്കില്ല. അപ്പം ഈ നിയമങ്ങൾ എനിക്ക് കഴിഞ്ഞ് പാലിക്കുക. ലോകത്തുള്ള എല്ലാ സുന്നത്തും നടത്താക്കാൻ എനിക്ക് കഴിയൂല. ഇജ് എന്ത് ചെയ്യുക? തെറ്റിയാതിരിക്കുക. പരമാവധി തെറ്റിയതാ നബിയിലേക്ക് വീഴുക. വേഗം ഒരു മങ്കൂസ് മൗലൂദ് എടുക്കുക, ഓടുക, കരയുക, നബിയെ തെറ്റിയത് പോയി. അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നാമത്തെ പാട്ട് ബെയ്ത്ത് തന്നെ എന്തുള്ളത്? ഇർതകബ്തു അലൽ ഖതാ വൈറഹസ്രിൻ ബഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ല കേറി ഞാൻ തങ്ങളോടന്യായമായി സയ്യിദി ഖൈറൻ നബി. വാപ്പ ചെല്ലുന്നത് ഞാൻ കേട്ടതാണ്. കുറ്റമെന്ന വാഹനം, അതതിൻ്റെ അർത്ഥം. കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ല കയറി ഞാൻ തങ്ങളോട് അന്യായമായി ഞാൻ തെറ്റ് ചെയ്ത് നബിയോടാണ്. കാരണം നിങ്ങൾക്കാണ് വിഷമം, ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾക്കാ വിഷമം. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി നമ്മളൊക്കെ ആഗ്രഹിച്ചത്? നിങ്ങളൊക്കെ നല്ലവരായി അള്ളാഹിൻ്റെ കോടതിയിൽ വരുമ്പോൾ നിങ്ങളെപ്പോലത്തെ നല്ല നല്ല മനുഷ്യന്മാരെ നേതാവാണ് ഞാൻ എന്ന് പറയും നബിക്ക് അഭിമാനം. നമ്മൾ മോശം ചെയ്താൽ അവിടെ മോശത്തരം ആർക്കാണ്? റസൂലുള്ളാഹിക്കാണ്. ഇന്നൊരു മോശത്തരം നമ്മൾ ചെയ്താൽ, ഒരു മോശപ്പെട്ട വാക്യം നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവർ മോശപ്പെടുത്തൽ ആരെയാണ്? അത് മുഹമ്മദ് നബിൻ്റെ അനുയായികൾ അങ്ങനെ തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പോൾ അതാണ് റസൂലുള്ളാഹി. അതാണ് നമ്മൾ എന്ത് ചെയ്താലും റസൂലുള്ളാഹിക്ക് വിഷമം. അങ്ങനെയാണ്. തുഅറദു അഅമാലുക്കും ലിഅഖ്രിബായിക്കും വഅശായിരിക്കും. ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. തദ്കിറയിലാണ് എൻ്റെ ഓർമ്മ. തദ്കിറ ഇവിടെ ഉണ്ട്, ഈ കിതാബ് ഇവിടെ ഉണ്ട്. തുഅറദു അഅമാലുക്കും ലിഅഖ്രിബായിക്കും വഅശായിരിക്കും. നിങ്ങളുടെ കുടുംബക്കാർക്കും നിങ്ങളുടെ മാതാപിതാക്കൾ കുടുംബക്കാരായ സ്വാലിഹീങ്ങൾക്ക് അവരുടെ മരണശേഷം നിങ്ങൾ ചെയ്യുന്ന നന്മകളെ കാണിച്ചു കൊടുക്കപ്പെടും. ഇൻ അമിൽതും ഖൈറൻ ഫസ്തബ്ശറു. നിങ്ങൾ നല്ലത് ചെയ്താൽ അവർ സന്തോഷഭരിതരാകും. വൈൻ അമിൽതും ഷർറൻ. നിങ്ങൾ തെറ്റാണ് എഴുതി ചില മക്കളെ ഹദീസ് തദ്കിറയിലുണ്ട്. ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. തുഅറദു അഅമാലുക്കും ലിഅഖ്രിബായിക്കും വഅശായിരിക്കും. തുഅറദു അഅമാലുക്കും ലിഅഖ്രിബായിക്കും വഅശായിരിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികളും ബന്ധുജനങ്ങളും അവർക്ക് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കാണിച്ചു കൊടുക്കപ്പെടും. അതായത് അവർ മരിച്ചതിന് ശേഷം നിങ്ങളിവിടെ എന്താണ് ചെയ്തത് നിങ്ങളമ്മക്കും പാപ്പാക്കും കാണിച്ചു കൊടുക്കപ്പെടും. ഇനി അമിൽത്തും ഖൈറൻ.
അവർ മരിച്ചിട്ടും നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ ഫസ്തബ്ശറു, അവർ സന്തോഷഭരിതരാവും. എൻ്റെ കുട്ടി ഞാൻ മരിച്ചിട്ടും നാശായില്ലല്ലോ. വൈൻ അമിൽതും ശർറൻ, നിങ്ങൾ തെറ്റാണ് ഷർറാണ് ചെയ്തതെങ്കിലോ യദ്ഊന ലക്കും, അവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ ഹ്ദിഹിം യഖൂലൂന എൻ്റെ ഹദീസിൻ്റെ ഓർമ്മ നീ വന്നിട്ട് നോക്കിയാൽ മതി. യഖൂലൂന അല്ലാഹുമ്മ ഹ്ദിഹിം കമാ ഹദൈതന, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതുപോലെ ഞങ്ങളെ പിൻഗാമികൾക്കും ഹിദായത്ത് കൊടുക്കണമെന്ന് എവിടുന്ന് ദ്വാർക്കും എവിടുന്ന് ദ്വാർക്കും ഖബർന്ന് ദ്വാർക്കും എന്ന് മുത്ത് റസൂൽ മുസ്തഫ ഈ ഹദീസ് തദ്കിറയിലുണ്ട്, ശറഹ് സുദൂറിലുണ്ട് എന്ന് എൻ്റെ ഓർമ്മ. ഇമാം സുയൂത്തി തങ്ങളുടെ വേറെയും പല സ്ഥലത്തും ഹദീസ് കണ്ടിട്ടുണ്ട്. തുഅറദു അഅമാലുക്കും ലിഅഖ്രിബായിക്കും വഅശായിരിക്കും ഇൻ അമിൽതും ഖൈറൻ ഫസ്തബ്ശറു വഇൻ അമിൽതും ശർറൻ യഖൂലൂന അല്ലാഹുമ്മ ഹ്ദിഹിം കമാ ഹദൈതനാ. മനസ്സിലായില്ലേ? ഇത് പറയാൻ പറയാൻ കാരണം എന്താ? ഈ ഹദീസ് ഇവിടെ പറയാൻ കാരണം എന്താ? എടോ, നമ്മളെ ബാപ്പാക്കും ഉമ്മാക്കും നമ്മളെ അമൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ അതിനേക്കാൾ ബില്ലൗലിയായിട്ട് ആർക്ക് കാണിച്ചു കൊടുക്കണം? റസൂലുള്ളാഹി. കാരണം നമ്മൾക്ക് അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമുക്ക് നമ്മളെക്കാളും വലുതും ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളും വലുത് ആരല്ലേ? റസൂലല്ലേ. ഒരു ഉമ്മ, സാധുവായ സ്വാലിഹത്തായ ഒരു ഉമ്മ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടതിന് ശേഷം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിനെ ഒരു ദിവസം സ്വപ്നം കാണുമ്പോൾ റസൂലുള്ളാഹി തലത്തായിട്ടിരിക്കുക, വേദനിച്ചിരിക്കുക. അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, പരിസരത്തൊക്കെ ആളുകളുണ്ട്. അവസാന കാലത്തെ ജനങ്ങൾ നാശായി പോയതിൽ റസൂലുള്ളാഹി ദുഃഖിതനാണ്. അതാ ഞാൻ കണ്ട്. സാലിഹത്തായ ഒരു ഉമ്മ, സയ്യിദത്വമാണ് അവർ ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാഹിനെ കണ്ണടച്ച റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്ന ഒരു ഉമ്മയാണ്, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ആ സ്വാലിഹത്തായ ഉമ്മ എന്നോട് പറഞ്ഞു, ഈ കഴിഞ്ഞ ദിവസം ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടപ്പോൾ റസൂലുള്ളാഹി ദുഃഖിച്ചിരിക്കുക. അപ്പോൾ ആളുകൾ ഇങ്ങനെ പരിസരത്തുള്ളവർ പറയുന്നുണ്ട്, ഉമ്മത്ത് തെറ്റ് ചെയ്ത് കുറ്റവാളികൾ മാത്രമായപ്പോൾ റസൂലുള്ളാഹി ദുഃഖിതനായതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൻ്റെയൊക്കെ വിഷമം ആർക്കല്ലേ? ആർക്കാണ്? റസൂലുള്ളാഹിയല്ലേ. മനസ്സിലായോ? ചിന്തിക്ക്. നമ്മളെ അമ്മാക്കും ബാപ്പാക്കും ഒക്കെ നമ്മളെ അമൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ അതിനേക്കാൾ നേരത്തെ റസൂലുള്ളാഹി കാണിച്ചു കൊടുക്കും. കാരണം അന്ത ഉമ്മുൻ, ഒരു ഹദീസുണ്ട്, അനലക്കും കൽ അബിർ റഹീം, എതിക്ക് അനലക്കും കൽ അബിർ റഹീം, ഞാൻ നിങ്ങൾക്ക് കരുണയുള്ള ബാപ്പയെ പോലെയാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എതിച്ചോളി ഹദീസ്, അനലക്കും കൽ അബിർ റഹീം, അനലക്കും കൽ അബിർ റഹീം, ഞാൻ നിങ്ങൾക്ക് കരുണയുള്ള ബാപ്പയെ പോലെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അസർ, ഒരു വാക്ക് കൂട്ടത്തിൽ അതും ചേർത്ത് വെച്ചാളി. قال ابن عباس رضي الله عن ابن عباس رضي الله عنهما قال كل نبي أبو أمته. ഇബ്നു അബ്ബാസ് തങ്ങളെ വാക്കാണ്, ഹദീസിലുണ്ടോയെന്ന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇബ്നു അബ്ബാസ് തങ്ങൾ അങ്ങനെ പറഞ്ഞതായി കണ്ടിട്ടുണ്ട്. കുല്ലു നബിയിൻ അബു ഉമ്മത്തിഹി, ഏതൊരു നബിയും ആ നബിയുടെ ഉമ്മത്തിൻ്റെ വാപ്പയാണ്. അപ്പോൾ നമ്മളെ വാപ്പ ആരാ? റസൂലുള്ളാഹി. കുല്ലു നബി എഴുതി ചൊല്ലി, അത് ഹദീസായി എഴുതണ്ട, ഇബ്നു അബ്ബാസ് തങ്ങൾ ഒരു ഖൗലാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല കുല്ലു നബിയിൻ അബു ഉമ്മത്തിഹി. അത് ഇബ്നു കസീറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഹദീസ്, ആ അസർ, ആ ഖൗല് ഞാൻ ഇബ്നു കസീറിൽ കണ്ടിട്ടുണ്ട്. തഫ്സീർ ഇബ്നു കസീറിലുണ്ടാവും ആ ഖൗല്, കുല്ലു നബിയിൻ അബു ഉമ്മത്തിഹി, ഏതൊരു നബിയും ആ നബിയുടെ ഉമ്മത്തിൻ്റെ വാപ്പയാണ്. മനസ്സിലായില്ലേ? അപ്പം ബേജാറാവണ്ട. ബിക്കഫൈക, അപ്പം ആ കയ്യിലാണ് നമ്മളെ ലാഭം നഷ്ടമൊക്കെ. അത് പറയാനതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബിക്കഫൈക റിബ്ഹുൽ ഖൽഖി തുറൻ, തുറൻ അടങ്കലും, ജമീഉഹും ഫി ജമീഇ ലി ജമീഇഹിം, അല്ലെങ്കിൽ ഫി ജമീഉൽ ഉമൂരി, അങ്ങനെയൊക്കെ അർത്ഥം വെക്കാം. ബിക്കഫൈക റിബ്ഹുൽ ഖൽഖി തുറൻ വഖുസ്റുഹു. ബിക്കഫൈക, അങ്ങയുടെ രണ്ട് ഉള്ളം കൈയിലാണ് റിബ്ഹുൽ ഖൽഖി, സൃഷ്ടികളുടെ ലാഭമെല്ലാം, തുറൻ എല്ലാ ലാഭവും, വഖുസ്റുഹു സൃഷ്ടികളുടെ നഷ്ടവും. അപ്പൊ സൃഷ്ടികളുടെ ലാഭവും നഷ്ടവും എല്ലാം അങ്ങയുടെ ഉള്ളം കൈയിലാണ്. وغيرك لم يلفوا لديه نقيرا. غيرك അങ്ങയല്ലാത്തോർ, ലം യുൽഫു ആരെയും എത്തിക്കുകയില്ല, ലദൈഹി
ആ വയറിന്റെ അടുക്കൽ ഉള്ളതായിട്ട് നഖീറൻ, ഒരു ഈത്തപ്പനക്കുരുവിന്റെ മുകളിലുള്ള ചാലിന്റെ അത്ര പോലും നന്മ ഒരാളിൽ കണ്ടെത്താൻ കഴിയില്ല. ഒരു ഈത്തപ്പനയുടെ നഖീർ പറഞ്ഞാൽ ഒരു ചെറിയ അളവിന് പറഞ്ഞാൽ നഖീർ, മനസ്സിലായില്ലേ? നഖീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനക്കുരുവിന്റെ മുകളിലൊരു ചാലില്ലേ, ഒരു വിത്തിന്റെ പുറത്തൊരു ചാലുണ്ടല്ലോ, ആ ചാലിനാണ് എന്ത് പറയാ? നഖീർ. ആ നഖീറിന്റെ അളവ് ഒരു ചെറിയ അളവ് പോലും നന്മ വേറൊരാളെ കയ്യിൽ ഇല്ല. ആര് വഴിയല്ലാതെ ഒരു മുഹ്യിദ്ദീൻ ശൈഖുല്ല, ഒരു റിഫായി ശൈഖുല്ല ഉണ്ടെങ്കിലോ അത് ഇവിടുന്ന് പോയതാണ്. ഒരാളുമില്ല. അള്ളാഹുവിന്റെ റസൂൽ വെറുത്തിട്ട് പേര് സ്വീകരിക്കൂല, അള്ളാഹുവിന്റെ റസൂൽ വെറുത്തിട്ട് ഷെയ്ഖ് സ്വീകരിക്കൂല, ഷെയ്ഖ് സ്വീകരിച്ചാൽ റസൂൽ ഒഴിവാക്കൂല. അതിന്റെ ഇടയിൽ റസൂലാണ്, റിസാലത്തും കൊണ്ട് വന്നതാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂൽ ചെയ്തത് ചെയ്യണം, നബി നിസ്കരിച്ചു നമ്മൾ നിസ്കരിക്കണം. അതിന് ന്യായങ്ങളില്ല, നിസ്കരിക്കാത്ത ത്വരീഖത്തില്ല, അത് കള്ളത്തരാണ്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ശരീഅത്തും കൊണ്ടാണ് മുസ്തഫ നബി വന്നത്. ഒരു വ്യക്തി നിസ്കരിക്കാതിരിക്കാം, ആ വ്യക്തിക്ക് കാരണം ഉണ്ടാവാം, അസായി നമ്മൾ നോക്കണ്ട. പക്ഷെ ഒരു ത്വരീഖത്തുകാര് നിസ്കരിക്കൂല എന്നറിയും ചില ആളുകൾ. അത് ത്വരീഖത്തല്ല, അത് കള്ള ത്വരീഖത്താണ്, അത് കള്ളത്തരാണ്, അത് ത്വരീഖത്തല്ല, അതിൽ ചേരണ്ട. ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ത്വരീഖത്തല്ല. എന്താണ്? പറക്കേട് പറഞ്ഞാളാണ്, ശരീഅത്താണ്. ദീനിന്റെ അടിസ്ഥാനം ശരീഅത്താണ്. ശരീഅത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. പോകരുത്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കാണ്. നിങ്ങളല്ലാത്ത വേറൊരാളുടെ അടുത്ത് ആരും എത്തിക്കുകയില്ല. ആ ഒയറിന്റെ അടുക്കൽ നഖീറൻ, ഒരു കുരുവിന്റെ മുകളിലുള്ള ചാലിന്റെ അളവിലെങ്കിലും നന്മ ഒരാളുടെ കയ്യിലും ഇല്ല. ഉണ്ടായിക്കണമെങ്കിൽ അത് ഇവിടുന്ന് കടം വാങ്ങിക്കൊണ്ടേരാ. ഞങ്ങളോട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയുടെ മഖബറയുടെ മുകളിൽ എഴുതി വെച്ച വാതിലിൻ്റെ എഴുതി വെച്ച ബെയ്ത്ത് ഞാൻ പലവട്ടങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അബ്ദുൽ ഖാദിരിൽ മശ്ഹൂറു ഇസ്മി വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലി. അബ്ദുൽ ഖാദിർ എന്ന പ്രസിദ്ധനായ വ്യക്തി ഞാൻ തന്നെയാണ്. പക്ഷേ വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലായ ഹബീബായ നബിയാണ് എൻ്റെ എല്ലാം, എൻ്റെ ഒക്കെ നബിയാണ്. ആ റസൂലുള്ളാഹിലാണ്, റസൂലുള്ളാഹിന്റെ അടിത്തറ, ആ റസൂലുള്ളാഹിന്റെ ഉള്ളൂ, അതിനപ്പുറമില്ല. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അവരില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ആരും സ്വീകരിക്കും, ഒരു ശൈഖും സ്വീകരിക്കൂല. ഒരു വ്യക്തി നിസ്കരിക്കാതിരിക്കാം, ത്വരീഖത്തുകളെന്ന് പറഞ്ഞ് കള്ളത്തരത്തിൻ്റെ പിന്നാലെ ഓടരുത്. പെണ്ണുങ്ങളെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് ബയത്ത് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ കള്ളത്തരങ്ങൾ മാത്രമാണ്, അതിൻ്റെ ഒന്നും പിന്നാലെ നടക്കരുത്. എന്തുകൊണ്ട്? അത് ശരിയാത്തല്ല. തോന്നിയാസത്തിൻ്റെ പിന്നാലെ നടക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് ആഖിർ സമാന. ഇന്ന് പലത് കാട്ടിയും മനുഷ്യന്മാരെ വഞ്ചിക്കും. അങ്ങനത്തെ ഹക്കായ മാർഗം ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ശരീഅത്തുമ പിടിച്ചോ. ശരീഅത്ത് വ്യക്തമാണ്, എല്ലാ കിതാബിലുണ്ട്. അതനുസരിച്ച് ജീവിച്ചാലും സ്വർഗം കിട്ടും. ത്വരീഖത്ത് വാജിബില്ല, ശരീഅത്ത് വാജിബാണ്. ശരീഅത്ത് കിട്ടുകയും പിടിച്ചാൽ മതി, ത്വരീഖത്ത് കിട്ടുകയും പിടിച്ചാൽ മതി. അല്ല, അത് അവർക്ക് വാജിബായിക്കോട്ടെ. അല്ല, സാധാരണ ജനങ്ങൾ എന്താ ചെയ്യുക? സാധാരണ ജനങ്ങൾക്ക് ദുഹാ മൂടി. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദുഹാൻ്റെ കാലത് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയൂല. അപ്പം അല്ല, ഞാൻ പറഞ്ഞ ഒറ്റവാക്ക്, ഇന്നത്തെ ഒരവസ്ഥയിൽ ഇന്ന് സാധാരണക്കാർക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയൂല. ഭൂരിപക്ഷവും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നന്മയെ ചേർന്നോ, ഇല്ലെങ്കിൽ നിനക്ക് ഫത്തുൽ മീൻ തുറന്നു വെച്ചാൽ അതിലെന്തുണ്ട്? ശരീഅത്തുണ്ട്, അതേതായാലും പേക്കൂല. ഷെയ്ഖിനെ പിടിക്കുക, ഷെയ്ഖ് കള്ളനാകരുത്. എനിക്ക് കള്ളനെ നല്ലോനി മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമാണ്. മനസ്സിലാകാൻ പ്രയാസമാണ്. എൻ്റെ ഒപ്പം കടന്നുറങ്ങുന്ന പെണ്ണുങ്ങളെ, ഇന്നലെ അന്തിക്ക് കടന്നുറങ്ങിയ പെണ്ണുങ്ങളുണ്ടല്ലോ, എനിക്ക് തോന്നുന്നുണ്ട് ഓളെനിക്ക് മനസ്സിലാവില്ല. ഇന്നലെ രാത്രി നിങ്ങളെല്ലാവരും ഒപ്പം കടന്നുറങ്ങിയ നിങ്ങളെ ഭാര്യയല്ലേ? നിങ്ങളൊക്കെ ഭർത്താക്കന്മാരാണെങ്കിൽ പെണ്ണുങ്ങളൊപ്പം കടന്നുറങ്ങുക, ഗൾഫിലല്ലെങ്കിൽ. നിങ്ങളൊപ്പം കടന്നുറങ്ങിയ നിങ്ങളെ ഭാര്യനെ നിങ്ങൾക്ക് തിരിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂലൊക്കെ കിടക്കണം. അപ്പത്തിന് അതുവരെ ഓള് നല്ല വാക്കേ പറയുള്ളൂ.
അതുവരെ നിങ്ങൾ ഓളെ 10 പവന് 25 പവൻ ഓൾ കൊണ്ടത് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിത്തരട്ടോ കുഞ്ഞുമാളെ എന്ന് പറഞ്ഞാൽ ഓൾ എന്താ പറയാന്നറിയോ? എനിക്കാക്കി ആരപ്പം നിങ്ങളോട് പണ്ടം ചോദിച്ചു? എനിക്ക് പണ്ടല്ല വലുത്, എനിക്ക് നിങ്ങളാ വലുത്. ഈ പണ്ടം വാങ്ങിത്തരാൻ വേണ്ടി നിങ്ങൾ ഗൾഫ് പോകണ്ട, നമുക്ക് ഇവിടെ കുത്തിരിക്കലുണ്ടാക്കും. അതേ സമയത്ത് നിങ്ങൾ തെങ്ങുമെന്ന് വീണ് എല്ലും മുള്ളും മുറിഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും പറയും ആ പണ്ടുണ്ടായിക്കണമെങ്കിൽ ഇപ്പം എന്തൊക്കെ കാര്യം ഉണ്ടേനും അതും കൊണ്ടേ തൊളിച്ചു. അപ്പോഴേ തിരിയുള്ളൂ. എനിക്ക് തോന്നുന്നുണ്ടോ എൻ്റെ പെണ്ണുങ്ങൾ അങ്ങനെ പറയില്ല എങ്കിൽ ഇതാണ് ഭൂലോക വിട്ടി. അതങ്ങനെയാണ്. കമുല മിനർ റിജാലി കസീറൂന ഫമാ കമുല മിനൻ നിസാഇ ഇല്ലാ അർബഅ. പുരുഷന്മാരിൽ പൂർണ്ണതയെത്തിയവർ ധാരാളമുണ്ട്, പെണ്ണുങ്ങളിൽ പൂർണ്ണതയെത്തിയവർ 4 ആളേ ഉള്ളൂ. ഖദീജ ബിന്ത് ഖുവൈലിദ്, ഫാത്തിമ ബിന്ത് മുഹമ്മദ്, ആസിയ ബിന്ത് മുസാഹിം, മറിയം ബിൻത് ഇമ്രാൻ എന്ന് പുണ്യ റസൂൽ മുസ്തഫ. ബാക്കിയുള്ളവർക്കൊക്കെ കമ്മിയാണ്. പിന്നെ നമ്മൾക്ക് അതിൻ്റെ അവസ്ഥ എത്തിയിട്ടില്ല, അപ്പം നമുക്കത് അറിയില്ല. അത്രയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ സ്വന്തം പെണ്ണുങ്ങളെ തിരിയാത്ത നമ്മൾ എന്ത് ശൈഖിനെ തിരിയാനാണ്? ഞാൻ എൻ്റെ ഒപ്പം വരുന്ന ആളുകളോട് പറയാറുണ്ട്, ഞാനൊരാളുടെ അടുത്ത് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോകരുത്. ഞാൻ ഏത് നേരം പറിക്കാവുന്ന കോലത്തിലേ പോകുള്ളൂ. നിങ്ങൾ പിന്നെ അവിടെ പോയി ഒട്ടരുത്. ഞാൻ ചിലപ്പോൾ നല്ലൊരു മനുഷ്യനാന്ന് കേട്ടാൽ പോവും, പിന്നെ കൊല്ലം കഴിഞ്ഞിട്ടേ നല്ല മനുഷ്യനല്ലാന്ന് മനസ്സിലാക്കുക. അപ്പോൾ വേഗം ഇവിടുന്ന് പൂർവ്വം ചെയ്യും. റബ്ബിൻ്റെ സഹായത്താൽ ഇന്ന് വരെ ഒരാൾ തൊട്ടിയില്ല. സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ വഴിയില്ല. സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാനുള്ള വഴി ഫത്തുൽ മുഈന അത് തുറന്നു വെച്ചാൽ എങ്ങനെയാണ് ഉളു, എങ്ങനെയാണ് കുളി, എങ്ങനെയാണ് നിസ്കാരം, എങ്ങനെയാണ് നോമ്പ്, എങ്ങനെയാണ് സക്കാത്തെ ഹജ്ജ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അതാണല്ലോ റസൂലുള്ളാഹിന്റെ അസ്ല്. അതാക്കുമുർ റസൂൽ. അത് പിടിച്ചാൽ തന്നെ എവിടെ എത്തും? സ്വർഗത്തിലെത്തിടൂ. ബേജാറാകേ വേണ്ട. പിന്നെ ശരിയാത്തുള്ളവൻ എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ സ്വീകരിച്ചോ. മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയൂല, പലതും കള്ളത്തരായിരിക്കും. ശരീഅത്തിന് വിരുദ്ധമായി ഒന്നും സ്വീകരിക്കരുത്. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ത്വരീഖത്ത് സ്വീകരിക്കുന്ന ഞാൻ എതിരല്ല, ഞാൻ എന്നെ ത്വരീഖത്ത് സ്വീകരിച്ചവനാണ്. പക്ഷെ അതൊക്കെ എൻ്റെ ത്വരീഖത്തൊക്കെ അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ത്വരീഖത്തിൻ്റെ ആളുകൾ മോശമെന്ന് പറയാല്ല. രക്ഷപ്പെടില്ലെങ്കിൽ ഒരു രക്ഷപ്പെടില്ലായിരിക്കും, നമ്മൾ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. ആരും രക്ഷപ്പെടാതിരിക്കും. അതൊക്കെ വെറും വിഡ്ഢിത്തരം വർത്തമാനങ്ങൾ പറയാണ്. സാധാരണ ജനങ്ങൾ എന്തു ചെയ്യും? അവൻ്റെ മുന്നിൽ പൂർണ്ണമായി സ്വീകരിക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഓൻ എന്തു ചെയ്യും? ഇന്നലെയല്ല ഇന്നൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയൂലല്ലോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒപ്പം നടക്കണം പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പിന്നെന്ത് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്നു? മനസ്സിലാക്കാൻ കഴിയേയില്ല. അപ്പം സാധാരണക്കാർക്ക് അതൊന്നും അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കരുത്. സാധാരണക്കാരെ ത്വരീഖത്ത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആകാശം പൊളിഞ്ഞാടുന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. അവർ ഫത്വൽ മുഈനിൽ കണ്ട് നിസ്കരിച്ച് നോമ്പോറ്റ് പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ തന്നെ എവിടേക്കെത്തും? അള്ളാഹു നീതിമാനല്ലേ. ഇവർക്ക് നല്ലൊരാളെ കിട്ടാതിരിക്കാൻ റബ്ബ് കൊടുക്കാത്തല്ലേ? റബ്ബ് കൊടുത്തിക്കണമെങ്കിൽ അവർക്ക് അതിൻ്റെ അടയാളം കിട്ടുമല്ലോ. പോയി പെടാൻ നിൽക്കണ്ട, അത്രയേ ഉള്ളൂ. ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഞാൻ 2011 മുതൽ തിജാനിയാണ്, ഇന്ന് വരെ ഒരു മനുഷ്യനോട് ത്വരീഖത്ത് ചേർന്നു ഈ സെക്കൻഡ് വരെ പറഞ്ഞിട്ടില്ല. പറയില്ല, ഈ സെക്കൻഡ് വരെ പറഞ്ഞിട്ടില്ല. 2011 മുതൽ ഞാൻ തിജാനിയത്താണ് ലോകത്തെ ഏറ്റവും നല്ല മാർഗ്ഗം, യാതൊരു സംശയമില്ല. ഞാൻ അവരോട് പറയില്ല, അതോന് തോന്നണം. ഞാൻ തന്നെ നല്ലോന്നാ എനിക്ക് ഉറപ്പില്ല, പിന്നെ എന്തിനാ ഞാൻ അവനോട് പറയുന്നു? ഓനെയും കൂടി ഞാൻ തന്നെ ഏറ്റുന്നു. എനിക്ക് ഇന്നെ തന്നെ ഉറപ്പില്ല. ഞാൻ വലു അന്നവും ഇല്ലലമോ അംഫുസവും ജാവൂക്കയിൽപ്പെട്ട വലു അന്നവും ഇല്ലലമുയിൽപ്പെട്ട ആളാണ് ഞാൻ. ജാവൂക്കുണ്ടോ ഇല്ലേ അള്ളാഹു ആയാലും ഞാൻ ഇല്ലലമുയിൽപ്പെട്ട ആളാണ്. പിന്നെ ഞാൻ തന്നെ അവനോട് പറയുന്നത്, നിങ്ങൾ ഇതിലൊന്നും പെടണ്ട, കണ്ടതിൽ പെടാൻ നിൽക്കണ്ട. ത്വരീഖത്ത് നല്ലതല്ലേ? നല്ലതാണ്, പക്ഷെ നിനക്കതിൽ ഉറപ്പ് വേണം. എൻ്റെ ഉറപ്പും നിൻ്റെ ഉറപ്പും രണ്ടാണ്. അങ്ങനെയാണോ? അല്ലേ? നിങ്ങൾക്ക് ഉറപ്പുള്ള എനിക്ക് ഉറപ്പുണ്ടാവില്ല, എനിക്കുറപ്പുള്ള നിങ്ങൾക്ക് ഉറപ്പുണ്ടാവില്ല. ഓരോരുത്തരും ഉറപ്പ് പടച്ചോൻ കൊടുക്കണം. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെന്തിനും ഉറപ്പാക്കണം? എൻ്റെ ഉറപ്പ് എനിക്ക് ഉറപ്പല്ല, എൻ്റെ ഉറപ്പ് നിനക്ക് ഉറപ്പല്ല. ഇത് കാലം മാറി.
ഇത് 2025 മനസ്സിലാവണ്ട പറഞ്ഞത്. അള്ളാഹു നമ്മളെ ശരിയാത്ത് പാലിച്ച് മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അത്ര തന്നെ. ബാക്കിയൊക്കെ അള്ളാഹു നമുക്ക് ത്വരീഖത്തൊക്കെ ഹക്കായ മാർഗ്ഗം. ഞാൻ തിജാനി ഹക്കായ മാർഗ്ഗം 100%. പക്ഷെ അതുകൊണ്ട് രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. ഞാൻ തിജാനിയാന്ന് പറഞ്ഞിട്ടൊന്നും കഴിച്ചില്ലാവുന്ന എനിക്ക് തോന്നണില്ല, എനിക്കൊന്നും തോന്നണില്ല. ചിലവർ പറയും അയക്കാൻ കൂടിയ രക്ഷപ്പെടും, എനിക്കൊന്നുമില്ല. എൻ്റെ ഷെയ്ഖിൻ്റെ മുലയിൽ പാലുണ്ടായതുകൊണ്ട് ഈമ്പി കുടിക്കാതെ എൻ്റെ പള്ള നിറയില്ല. ഉമ്മാൻ്റെ പുരയിൽ പാലുണ്ടായിട്ടും കുട്ടി പട്ടിണി കടന്ന് ചാവും. എന്തല്ലേ പറയടൂ, ഉമ്മാൻ്റെ മുലയിൽ പള്ള നിറച്ച് പാല, പക്ഷേ കുട്ടി പട്ടിണിയില്ല. കാരണം അമ്മാൻ്റെ ഒക്കെ തന്നെയാ കുട്ടി, ഉമ്മാൻ്റെ ഒക്കെ തന്നെയാ കുട്ടി. ഉമ്മാൻ്റെ മുലയിലോ പറടോ, ഉമ്മാൻ്റെ മുലയിലോ പള്ളർച്ച പാലാണ്, ഉമ്മാൻ്റെ ഒക്കത്താണ്. ഒക്കത്തായ പോരാ, എന്താകണം? ഈമ്പി കുടിക്കണം. ഈമ്പിയപ്പോൾ നമ്മൾ പോട്ടെടുത്തിട്ട് കാര്യമില്ല. എൻ്റെ വിറുതും സലാത്തൊക്കെ ഈമ്പിയപ്പോൾ എന്നുള്ള പോട്ടാണ്. ജോസരി ഈമ്പുണ്ടോന്ന് ഉമ്മാക്കും നിനക്കും മാത്രമേ തിരിയുള്ളൂ. നാട്ടുകാരിപ്പം ഉമ്മാൻ്റെ മുല കുട്ടി ഇങ്ങനെ വെച്ചാൽ ഒരുത്തൻ ഊമ്പാണ്, ഒരുത്തൻ ഇങ്ങനെ വെച്ചതാ. രണ്ടാളും ഫോട്ട സുപ്രഭാതത്തിൽ വരികയാണെങ്കിൽ രണ്ടും ഒരുപോലെയാണ്. ആണോ അല്ലേ? അല്ലാ, സുപ്രഭാതത്തിൽ പിറ്റേന്ന് വരികയാണെങ്കിൽ എന്താ അതിൻ്റെ അടിക്കുറിപ്പ്? കൊട്ടി മുല കുടിച്ചപ്പോൾ മുല കുടിച്ചോ? ദിക്റ് ദായിമ് വിറുതും സലാത്തും ഒക്കെ ചെല്ലല് പോട്ടെടുക്കലാ. എൻ്റെ ഉള്ളിൽ ചെല്ലുന്നുണ്ടോയെന്ന് റബ്ബിനെ അറിയുള്ളൂ. വഞ്ചിതനാകണ്ട. തിജാനിയായിട്ടും രക്ഷപ്പെടുന്ന ഇജ്ജ് വിചാരിക്കണ്ട, ഞാൻ വിചാരിച്ചിട്ടില്ല. രക്ഷപ്പെടെങ്കിൽ റബ്ബ് വിചാരിക്കണം. അതിന് എൻ്റെ ഉള്ളിൽ ഇഖ്ലാസ് വേണം, അതിന് അവരെ സ്വഭാവം നമുക്ക് വേണം. ഒരു ത്വരീഖത്തുകാരൻ ആദ്യം ഉണ്ടാണ്ട് അലം നഷ്റഹ് സ്വദറക്ക് അവൻ്റെ ഹൃദയം വിശാലാകണം. നാട്ടുകാർക്ക് മുഴുവൻ നരകം കൊടുക്കണേ നമ്മളെ പണിയല്ല. നാട്ടുകാർക്ക് മുഴുവൻ നരകം കൊടുക്കണേ നമ്മളെ പണിയല്ല. നമ്മൾ നരകം കൊണ്ട് ഏറുവിടുന്ന പണിയല്ല നമുക്ക്. മനസ്സിലായില്ല? അലം നഷ്റഹ് ലക സ്വദറക്ക്, അങ്ങയുടെ നെഞ്ചിനെ ഞാൻ വിശാലമാക്കി തന്നില്ലേന്നാ. അതാണ് ആദ്യമായിട്ട് വേണ്ടത്. അത് നമുക്കില്ല. നമ്മൾ ദുനിയാവിലുള്ളവരെ മുഴുവൻ കുറ്റക്കാരാക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം, തല കൊടുത്തിട്ട് ചിന്തിക്കണം, തല കൊടുത്ത് ചിന്തിക്കണം. എന്താണ് ഈ പറയുന്നത്? ശരിയത്ത് അങ്ങനെയല്ല. ശരിയത്ത് പാലിച്ചാൽ അസ്ൽ പാലിച്ചു. അപ്പോൾ ഇത് അസ്ലുണ്ട്, ഇനി ബാക്കിയൊക്കെ റബ്ബിൻ്റെ അടുക്കലാണ്. മനസ്സിലായി പറഞ്ഞ? ത്വരീഖത്ത് നല്ലതാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇഖ്ലാസും കൂടി നിനക്ക് വേണം. അഭിമാനം പറഞ്ഞ് നടക്കണ്ട, ഞാൻ ഖാദിരിയാണ്, ഞാൻ ചിസ്തിയാണ്, ഞാൻ മറ്റതാണ്, ഞാൻ മറിച്ചതാണ്. ഇതൊന്നും നിനക്ക് കാര്യമല്ല. അള്ളാഹു എന്നതിൽ സ്വീകരിക്കണം, അതിന് എനിക്ക് ഇഖ്ലാസ് വേണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കണം. അപ്പം ചിന്തിക്കണം. ഇതൊന്നും ഞാൻ ആരും കുറ്റം പറയല്ല. ത്വരീഖത്ത് സ്വീകരിക്കൽ വാജിബാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റിയ ആളുകൾ ഓലക്ക് മനസ്സിൽ ബോധ്യപ്പെടണം. നിനക്ക് ഇന്ന ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിനക്ക് നല്ലത് എന്താണ്? ശരിയത്താണ്. 100%. ശരിയത്തിൽ ഇനി ഒന്നുമില്ല. അതിൽ ഷെയ്ഖുല്ല മശായിഖുല്ല. അത് കിതാബ് മൗലിയോട് ചോദിച്ചു. മൗലിയത് നല്ലവനാണെങ്കിലും കിതാബ തന്നെ. ഇപ്പോൾ ഉളു കുളിയൊക്കെ ലെവലാകണമെങ്കിൽ പറഞ്ഞെന്ന മൗലിയത് സാലിയാകണമെന്നുണ്ടോ? നമ്മളെ കുളി ശരിയാകണമെങ്കിൽ പഠിപ്പിച്ച മൊല്ലാക്ക സ്വാലിയാകണമെന്നുണ്ടോ? പറയങ്ങായി മൊല്ലാക്കാക്ക് ശമ്പളം കിട്ടിയാലും ഉള്ളൂ ശരിയാവും, ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഉള്ളൂ ശരിയാവും. അതേ സമയത്ത് ത്വരീഖത്ത് അങ്ങനെയല്ല. ഷെയ്ഖ് മോശായാൽ ഇതിനൊരു വിലയില്ല. അവിടെ ദോഷം. ഞാൻ ത്വരീഖത്തുകാരെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി പറയല്ല. അതുകൊണ്ടൊന്നും വഞ്ചിതരാകണ്ടെന്ന് ജനങ്ങളോട് പറയാണ്. അങ്ങനെയാണ് ഞാൻ ത്വരീഖത്തിനെ മനസ്സിലാക്കിയത്. ത്വരീഖത്തൊക്കെ നല്ലതാണെങ്കിലും നിനക്ക് തന്ന ആൾ നല്ലതാകണം, നിൻ്റെ മസ്ലക്ക് നല്ലതാകണം. ഇതൊക്കെ ഇതിന് കണക്കുണ്ട്. ഇല്ലെങ്കിൽ നിനക്ക് നല്ലത് എന്താണ്? ശരിയാത്താണ്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അതിൻ്റെ അർത്ഥം ത്വരീഖത്തിൽ നല്ലവരല്ല എന്നൊന്നുമല്ല. അങ്ങനെ ഒന്നും തെറ്റായി മനസ്സിലാക്കരുത്. ജനങ്ങൾക്ക് എപ്പോഴും അവലംബിക്കാവുന്ന സാധനം ശരിയാത്താണ്. അത് അസ്ല. അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. വഞ്ചിതരാകണ്ട. നിൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് ഒരാൾ ത്വരീഖത്ത് തരാനാവില്ല.
എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത്, ഒരു നിർബന്ധമില്ല. بكفيك ربه الخلق طرا وخسره وإروك لم يلفوا لديه نقيرا. ബാക്കി അടുത്ത ക്ലാസ് അള്ളാഹു തആല നല്ലത് പറയാനും മനസ്സിലാക്കാനും നമുക്ക് അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. നല്ലതിലേക്ക് അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ഹക്കായ മാർഗത്തിൽ ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടി യഥാർത്ഥ മുഅ്മിനായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബന അലൈക തവക്കൽന. സമയം നേരം വൈകിയതുകൊണ്ട് റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന വ ഇലൈക്കൽ മസീർ.